റിട്ടയർഡ് 50,000 ശമ്പളം വാങ്ങിക്കുന്ന ഒരാളെ വീണ്ടും ഇവിടെ ആവർത്തിച്ച് വെക്കുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, 50,000 ശമ്പളം വാങ്ങി പെൻഷൻ വാങ്ങിക്കുന്ന ഒരാളെ വീണ്ടും ഇവിടെ ടൗൺ ഹാളിൽ കേരള വെക്കുകയാണ്. എന്ത് മര്യാദയാ? ചാലക്കുടി നിയോജകമണ്ഡലത്തിൽ പെട്ടും ഒരാൾ കൂടിയല്ല. എന്നിട്ട് അതിന് ന്യായീകരിക്കും, അതിന് വിയോജിപ്പ് പറയുമ്പോ ഇടയിൽ സംസാരിക്കുക. എന്ത് മര്യാദ? ഞങ്ങൾക്ക് പൂർണ്ണമായ ഈ കാര്യത്തിനകത്ത് വിയോജിപ്പുണ്ട്. അതോടൊപ്പം തന്നെ കാര്യം പറയാം, നിങ്ങളുടെ ഭൂരിപക്ഷ അടിസ്ഥാനത്തിൽ നിങ്ങൾ അംഗീകരിച്ചോ? പക്ഷെ പൊതുജനങ്ങൾ നിർത്തി ഞങ്ങൾ നിർത്തോ ഈ കാര്യം മനസ്സിലായി. ചെയർമാനോട് നിർദ്ദേശം പറയാം, കൗൺസിലിൽ പ്രയോഗിക്കാൻ പാടില്ല, അങ്ങനെയുള്ളവർക്ക് വാണിംഗ് കൊടുക്കണം, നാളെ ആവർത്തിക്കാൻ പാടില്ല. നിങ്ങൾക്ക് ആവർത്തി നിങ്ങൾ എല്ലാവർക്കും നമസ്കാരം. ചാലക്കുടി നഗരസഭാ കൗൺസിലിൽ ഇന്നലെ നടന്ന യോഗത്തിൽ ഒരു പ്രധാന അജണ്ട എന്ന് പറയുന്നത് നഗരസഭ ടൗൺ ഹാളിൻ്റെ കെയർടേക്കറായിട്ട് മുൻപ് ഈ നഗരസഭയിൽ ഹെൽത്ത് സൂപ്പർവൈസറായിട്ട് HS ആയിട്ട് വർക്ക് ചെയ്തിരുന്ന പോൾ തോമസിനെ കെയർടേക്കറായിട്ട് നിയമിക്കണമെന്നുള്ളൊരു അജണ്ട വന്നു. പോൾ തോമസ് വളരെ മികച്ച രീതിയിൽ പ്രവർത്തനം നടത്തിയിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനാണ്, അതിൽ യാതൊരുവിധ സംശയങ്ങളുമില്ല. എനിക്ക് അദ്ദേഹത്തെ പേഴ്സണലായിട്ട് അറിയാം. അദ്ദേഹം വളരെ കൃത്യമായി തന്നെ കാര്യങ്ങൾ പഠിച്ച്, അതുപോലെ തന്നെ പലപ്പോഴും നമ്മുടെ ചാലക്കുടി നഗരസഭ ആഫീസിൽ നിന്നൊക്കെ വളരെ വൈകി പോകുന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹം അത്രയും പ്രവർത്തനങ്ങളോട് വളരെ താല്പര്യമുള്ള ആളാണ്. ഘടികാര സൂചികൾ നോക്കി പണിയെടുക്കാത്തൊരു വ്യക്തിയാണ് അദ്ദേഹം. ഘടികാര സൂചികളെ നോക്കാറില്ല. അപ്പോൾ അദ്ദേഹത്തെ കെയർടേക്കറായിട്ട് ടൗൺ ഹാളിൽ കൊണ്ടുവരണമെന്നുള്ള അജണ്ടയാണ് ഇപ്പോൾ നിലവിൽ ഈ നമ്മുടെ ടൗൺ ഹാളിൻ്റെ ഒരു ഇടപെടലിൽ അദ്ദേഹം പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ ഈ അജണ്ട വന്നു കഴിഞ്ഞപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് പ്രതിപക്ഷ നേതാവ് ജില്ലാ ആൻ്റണി മുന്നോട്ട് വയ്ക്കുകയാണ്. അതായത് 50,000 രൂപയുടെ അടുത്ത് പെൻഷൻ വാങ്ങുന്ന ഒരാൾ, ചാലക്കുടി നിയോജക മണ്ഡലത്തിൽ ഇല്ലാത്ത ഒരാൾ, എനിക്ക് അദ്ദേഹത്തിനോട് പേഴ്സണലായിട്ട് യാതൊരു പ്രശ്നങ്ങളും ഇല്ല, അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെ പറ്റി എനിക്കില്ല. പക്ഷേ നമ്മുടെ നാട്ടിലെ ഏതെങ്കിലും ഒരു വ്യക്തിക്ക്, ഏതെങ്കിലും ഒരു ചാലക്കുടിക്കാരന് ഈ ഒരു ജോലി കിട്ടുകയാണെങ്കിൽ നല്ലതല്ലേ? എന്തിനാണ് വീണ്ടും, അതായത് ഹെൽത്ത് സൂപ്പർവൈസറായിട്ട് ജോലി ചെയ്യുമ്പോൾ ഒരു 5 അക്ക നല്ല ശമ്പളം കിട്ടുന്ന ഒരു വ്യക്തിയാണ്, അത് കഴിഞ്ഞപ്പോൾ റിട്ടയർമെൻറ്റിലായിട്ട് നിൽക്കുന്ന ആൾ, അദ്ദേഹത്തിന് എന്തിനാണ് വീണ്ടും നമ്മൾ ഇങ്ങനൊരു ജോലി കൊടുക്കുന്നത്? കെയർടേക്കർ എന്ന് പറയുമ്പോൾ അത്ര ഒരു വലിയ പ്രധാനപ്പെട്ട സാങ്കേതിക പരിജ്ഞാനം കൊണ്ട് ഇടപെടേണ്ട ഒരു സംഭവമല്ല. അതുകൊണ്ട് തന്നെ ഈ വിഷയം ഗൗരവമായിട്ട് ചർച്ച ചെയ്യണം. അതുമാത്രമല്ല, ഞങ്ങൾക്ക് ഈ വിഷയത്തിൽ വ്യത്യസ്തമായ അഭിപ്രായമുണ്ട് എന്ന് LDFൻ്റെ പാർലമെൻ്ററി പാർട്ടിയുടെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള ജില്ലാ ആൻ്റണി മുന്നോട്ട് വയ്ക്കുകയാണ്. തുടർന്ന് കൗൺസിലർമാർ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞു തുടങ്ങി. UDFൻ്റെ കൗൺസിലർമാർ പോൾ തോമസിനെ അനുകൂലിച്ചും, അതായത് പ്രധാനമായിട്ടും ബിജു എസ് ചെറിയത്ത് ഉൾപ്പെടെ അദ്ദേഹം ഒക്കെ പറഞ്ഞത് ഈ എത്ര മനോഹരമായിട്ടാണ് ഈ ടൗൺ ഹാൾ കൊണ്ടുനടക്കുന്നത്. അതുപോലെ പുതിയ കൗൺസിലറായിട്ടുള്ള റൈസൻ ആലൂക്ക പറഞ്ഞത് ഇപ്പോൾ കേരള ഗവൺമെൻറ് തന്നെ ഇതുപോലെ റിട്ടയർ ചെയ്തിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരെ നിയമിക്കുന്നില്ലേ? മെട്രോയുടെ സ്ഥാനത്ത് ഇപ്പോൾ നിയമിച്ചിട്ടുള്ളത് ബെഹ്റയല്ലേ നിയമിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ വളരെ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളിലേക്ക് നീങ്ങി വളരെ രൂക്ഷമായിട്ടുള്ള അഭിപ്രായ പ്രകടനത്തിലേക്ക് വരെ എത്തിച്ചേർന്നു. അതായത് ഈ വിഷയം ചൂടുപിടിച്ച് വരുന്ന സമയത്ത് ഷിബു ആലപ്പൻ പാർലമെൻ്ററി പാർട്ടി ലീഡർ, UDFൻ്റെ പാർലമെൻ്ററി പാർട്ടി ലീഡർ പറഞ്ഞു, തീർച്ചയായിട്ടും ഈ വിഷയം വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. കാരണം അദ്ദേഹത്തിന്, പോൾ തോമസ് എന്ന് പറയുന്ന ആൾക്ക് ശമ്പളം കണ്ട് നോക്കി നിൽക്കുന്ന ഒരാളൊന്നുമില്ല. അദ്ദേഹം നമ്മൾ വളരെയധികം കഷ്ടപ്പെട്ട് സമീപിച്ചിട്ടാണ് ഇത് ഏറ്റെടുക്കാമെന്നുള്ള കാര്യത്തിലേക്കൊക്കെ എത്തിയിരിക്കുന്നത്. അത് ഇതിൻ്റെ പ്രവർത്തനങ്ങളോടുള്ള താല്പര്യം കൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം ശമ്പളം നോക്കി ജോലി ചെയ്യുന്നില്ല. അതുകൊണ്ട് ഇത് അംഗീകരിക്കണം എന്ന് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ, നമ്മുടെ കൗൺസിൽ അംഗീകരിക്കണം ഈ തീരുമാനം എന്നാണ് ഷിബു ആലപ്പൻ പറഞ്ഞത്. പക്ഷേ ഇങ്ങനെ ഈ ചർച്ചയ്ക്ക് ഇട വന്നു കഴിഞ്ഞപ്പോഴാണ് ജില്ലാ ആൻ്റണി, പ്രതിപക്ഷ നേതാവ് ജില്ലാ ആൻ്റണിയും വെട്ടുകടവിൽ നിന്നുള്ള കൗൺസിലർ ജിയോ കിഴക്കുന്നിലയും തമ്മിൽ ഒരു വാക്കേറ്റത്തിൻ്റെയും അതുപോലെ തന്നെ പിരിമുറുക്കത്തിൻ്റെയും ഉദ്യോഗജനകമായ നിമിഷങ്ങളിലേക്കും കടന്നു ചെന്ന ഒരു അവസ്ഥ ചാലക്കുടി നഗരസഭയുടെ ഇപ്പോഴത്തെ ഈ 2025-2030 കാലഘട്ടത്തിൽ നഗരസഭയിലെ ആദ്യ പിരിമുറുക്ക സീൻ രൂപാന്തരപ്പെട്ട് വരികയാണ്. ജില്ലാ ആൻ്റണി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഏതോ തരത്തിലൊരു സംസാരം ജിയോ കിഴക്കുന്നിലയുടെ ഡെസ്കിൻ്റെ ഭാഗത്തു നിന്ന് ഉയർന്നു. ഇത് കേട്ട വഴി ജില്ലാ ആൻ്റണി പറഞ്ഞു, ഒരാൾ സംസാരിക്കുന്നതിനിടയിൽ സംസാരിച്ചു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞ് അദ്ദേഹം ജിയോ കിഴക്കുന്നിലയുടെ അടുത്തേക്ക് പാഞ്ഞു വന്നു. വിഷയം വളരെ ഗൗരവമായി. ഉടനെ തന്നെ മുൻ നഗരസഭാ വൈസ് ചെയർമാൻ കൂടിയുള്ള വിൽസം പാലാട്ടുപറമ്പിൽ ഉൾപ്പെടെയുള്ള ആളുകൾ ജില്ലാനെ പിടിച്ചു മാറ്റുന്നു. തുടർന്ന് പ്രതിപക്ഷ അംഗങ്ങൾ വളരെ രൂക്ഷമായിട്ട് ജിയോ കിഴക്കുന്നിലയ്ക്കെതിരെ തിരികെയായിരുന്നു. പക്ഷേ ജിയോ കിഴക്കുന്നില പറഞ്ഞു,
കൗൺസിലിൽ സഭ്യമല്ലാത്ത രീതികൾ വാക്കുകൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വിഷയത്തിൽ ചെയർപേഴ്സൺ ഇടപെടണം. തിരിച്ചും LDF അംഗങ്ങൾ പറഞ്ഞു, ജിയോ കിഴക്കുന്നിലയാണ് പ്രതിപക്ഷം ഏത് കാര്യം പറഞ്ഞു എഴുന്നേൽക്കുമ്പോഴും അല്ലെങ്കിൽ ഇവിടെ ഏതെങ്കിലും കാര്യം കേൾക്കുമ്പോഴും അതിനൊരു മറുതല പറഞ്ഞുകൊണ്ടിരിക്കുക, സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മറുതല പറയുന്ന ഒരു രീതിയാണ് ജിയോ കിഴക്കുന്നില സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ശക്തമായിട്ട് വിഷയത്തിൽ ഇടപെടും. എന്തായിരുന്നാലും പോൾ തോമസിൻ്റെ വിഷയം, ഈ പോൾ തോമസ് എന്ന് പറയുന്ന ഹെൽത്ത് സൂപ്പർവൈസറെ വീണ്ടും ടൗൺ ഹാളിൻ്റെ കെയർടേക്കറായിട്ട് നിയമിക്കുന്നതിനുള്ള ശക്തമായിട്ടുള്ള പ്രതിഷേധം LDFിൻ്റെ ഭാഗത്തുനിന്നുണ്ടായി. ഒടുവിൽ ഭൂരിപക്ഷ തീരുമാനമനുസരിച്ച് തീരുമാനമെടുക്കുന്നു. പോൾ തോമസിനെ കെയർടേക്കറായിട്ട് നിയമിക്കാം എന്നുള്ള തീരുമാനത്തിൽ അവസാനിക്കുകയായിരുന്നു. അങ്ങനെ ഒരു ടൗൺ ഹാള് ഇതേപോലെ എടുക്കുന്നുണ്ടെങ്കിൽ അത് ഒരുപാട് കാരണങ്ങളുണ്ട്. ഞാൻ ഒരാളുടെ കാര്യത്തിലല്ല പറയണം. നമ്മളതൊരു പ്രൈവറ്റ് ഏജൻസിക്ക് അതിന്റെ പരിപാലനം ഏൽപ്പിച്ചു കൊടുത്തതിന്റെ ഭാഗമൊക്കെ തന്നെയാണ് നമ്മുടെ ടൗൺ ഹാള് അങ്ങനെ മുന്നോട്ട് പോകുന്നത്. അതിലൊരു സുപ്രധാന പങ്കാണ് അദ്ദേഹം വഹിക്കുന്നത്. ഇപ്പൊ ഞാൻ പറഞ്ഞ സർക്കാർ സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്ത എത്രയോ ഉന്നത ഉദ്യോഗസ്ഥന്മാർ ഈ കേരളത്തില് തുടർന്ന് സേവനം അനുഷ്ഠിക്കുക സർക്കാരിന് നല്ലതെന്ന് തോന്നിയിട്ട് കിട്ടുന്ന പെൻഷന്റെ 4 ഇരട്ടി കൂടി പുതിയ ശമ്പളം കൊടുത്ത് ഈ സർക്കാർ സേവനത്തിൽ വെച്ചേക്കണേ. നമുക്ക് പറഞ്ഞോട്ടെ, എത്രയോ ആളുകൾക്ക് ഒരു പുതിയ ജോലി കൊടുക്കാം. പക്ഷെ അവർക്ക് നന്നായിട്ട് ഈ സമൂഹത്തിന് വേണ്ടി സേവനം ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഈ സ്ഥാപനത്തിന് വേണ്ടി സേവനം ചെയ്യാൻ പറ്റും എന്ന് കരുതിയിട്ടാണ് അങ്ങനെയുള്ള ആളുകളൊക്കെ ചിലപ്പോൾ നമ്മളൊരു പൊസിഷനിൽ കൊണ്ടുവരുന്നത്. ഇതുവരെയുള്ള ഒരു വിലയിരുത്തൽ. ഇപ്പൊ നമ്മളിത് ഒരാൾക്ക് അദ്ദേഹത്തിന് പെൻഷന് പുറമെ ഒരു വരുമാനം കൂടി ഉണ്ടായിക്കോട്ടെ എന്ന് ആർക്കും താല്പര്യപ്പെട്ടിട്ടോ അല്ലെ മുനിസിപ്പൽ അതിർത്തിയിലെ താമസക്കാരന് വേണ്ടി പ്രത്യേകമായിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു സൗകര്യമല്ല. അദ്ദേഹം ഇത്തരം മേഖലകളിൽ നന്നായിട്ട് പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു ലീഡർഷിപ്പ് ഉള്ള ഒരാളെന്ന് തോന്നി തന്നെയാണ്, മേൽനോട്ടം വഹിക്കാൻ കഴിയുന്ന ഒരാളെന്ന് തോന്നിയിട്ടാണ് നമ്മൾ അത് തുടർച്ചയായിട്ട് അദ്ദേഹത്തിന് ഏൽപ്പിച്ചത്. ഇവിടെ റിട്ടയർഡ് ചെയ്ത വ്യക്തി ചാലക്കുടി നിയോജക മണ്ഡലത്തിൽ പോലും പെട്ടവരായത് ഈ പറയുന്ന പോൾ തോമസ് എന്ന വ്യക്തി ഞങ്ങൾക്കോ ഈ അല്ലെങ്കിൽ എനിക്കോ ഈ ഇരിക്കുന്ന ആളുകൾക്ക് ആർക്കോ അതോട് വ്യക്തിപരമായിട്ട് അഭിപ്രായ വ്യത്യാസമില്ല, ഒരു അഭിപ്രായ വ്യത്യാസം അദ്ദേഹത്തോടില്ല. പക്ഷെ അദ്ദേഹത്തിന് ഇവിടെ നിന്ന് റിട്ടയർ ചെയ്ത് ഇപ്പോ പെൻഷൻ ഒരു 50,000 രൂപ മേലെ വാങ്ങിക്കുന്ന വ്യക്തിക്ക് വീണ്ടും ഇവിടെ ഈ ടൗൺ ഹാളിൽ ജോലി കൊടുക്കാന്ന് പറഞ്ഞാൽ അതിനകത്ത് വേറെ എന്തോ ഒരു ഉദ്ദേശമുണ്ട്. എനിക്ക് തോന്നുന്നു ബന്ധപ്പെട്ട ചില ആളുകൾ കൈമുന്നിയാൽ കൊടുക്കണ്ടാവും. ഞാൻ സംശയിക്കാം. കാരണം അറിയാം, ഇത് തന്നെ ആവർത്തിക്കാൻ അദ്ദേഹത്തിന് ജോലി കൊടുക്കാനായിട്ട് എന്തടിസ്ഥാനത്തില് ഈ ചാലക്കുടിക്ക് 50,000 ജനസംഖ്യ ഉണ്ട്. അഭ്യസ്തരത്തിലായ എത്ര ആളുകളുണ്ട്? പറ്റ ആളുകൾ നമ്മൾ കണ്ടെത്തി അവിടെ ആനുകൂല്യം വലിയ സംഭവമൊന്നുമല്ല, മാനമാർക്കുന്ന സംഭവമൊന്നുമല്ല കെയർടേക്കർ എന്ന് പറഞ്ഞാല്. അപ്പൊ അത് ഈ ഇപ്പൊ വീണ്ടും ആവർത്തിക്കുന്നല്ല. ഈ പറയുന്ന പോൾ തോമസ് വെക്കുന്നതിൽ ഞങ്ങൾക്ക് എതിർപ്പുണ്ട് എന്നും കൂടി ഈ ടൗൺ ഹാളിൽ ഇങ്ങനെ സംരക്ഷിച്ചു വരുന്നത്. ഇവിടെ ഇങ്ങനെ വിദ്വേഷം ഇല്ലാന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ആർക്കും അയാളൊന്നും മമ്മതില്ല. നമ്മൾ പ്രത്യേകിച്ച് ഇവിടെ ആള് ഇവിടെ ജീവനക്കാരായിരുന്ന സമയത്ത് ഇവിടെ ഒരു കോൺഗ്രസ് അസോസിയേഷനിൽ ഉണ്ടായിരുന്ന ആളല്ല, ആള് LDF ഉണ്ടായിരുന്ന ആളാന്ന് പറയാം. ഉണ്ടായിരുന്ന ആളല്ല, ആള് ഇടതുപക്ഷ യൂണിയനിൽ ഉണ്ടായിരുന്ന ആളാ. ആള് ഇവിടെ ഹെൽത്ത് സൂപ്പർവൈസറായിട്ട് ഒരു മമ്മതില്ല എന്നല്ല പറയണത്. ഇവിടെ വിൽസേട്ടെങ്കിലുണ്ട്, ആള് വന്ന സമയത്ത് ഉണ്ടായിരുന്ന ആളാ. ഈ ഇങ്ങനെ ഒരു മമ്മതി നമുക്കില്ല എന്ന് പറയല്ല. മാത്രമല്ല, ഞങ്ങൾ വിശ്വസിക്കുന്ന പാർട്ടിയുടെ എതിർ പാർട്ടിയിൽ ഉണ്ടായിരുന്ന ഒരാളാണ്. ആളിവിടെ HS ആയിട്ട് ഇരുന്ന് അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ കണ്ടിട്ട് ഏൽപ്പിച്ചതിന് ശേഷം ഇവിടെ നമുക്ക് എല്ലാവർക്കും കാണാം, കൺമുന്നിൽ കാണാം. ഇവിടുന്ന് പോണത് 10 മണിക്ക് 11 മണിക്ക് 1 കിലോമീറ്റർ അപ്പുറത്തുള്ള ആള് വെളുപ്പിന് 6 മണി 7 മണിക്ക് ആളോട് വരും. ഇതേപോലെ വർക്ക് ചെയ്ത് ഇതൊരു ഹരമായിട്ട് അവിടെ ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ആ ചെയ്യുന്ന എല്ലാ പണിയുടെ അപ്പുറത്ത് വേണമെങ്കിൽ ആൾ പൂന്തോട്ടം വെക്കും, പച്ചക്കറി വെക്കും, ഇതൊക്കെ വെച്ചുകൊണ്ട് അവിടെ ഭംഗിയാക്കി കൊണ്ടു കിടക്കണം. പരിപാലിക്കുന്നതുകൊണ്ടാണ് അത് നന്നായിട്ട് നമുക്കത് ഏറ്റവും നല്ലതെന്ന് സെക്രട്ടറി വരെ പറയാനിടയാക്കിയ കാരണം. അപ്പൊ നമ്മുടെ കേരളത്തിലെ ഏറ്റവും നല്ല ഒരു പദ്ധതിയാണ് കൊച്ചി മെട്രോ. കൊച്ചി മെട്രോ വളരെ നന്നായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കേരളത്തിന്റെ മുൻ DGP ആയിരുന്ന ബെഹ്റയാണ് ഇപ്പൊ അതിൽ എത്തിയിട്ടിരിക്കുന്നത്. അപ്പോ നല്ല ആളുകൾ, നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ആളുകളെ പെൻഷൻ ആയാലും മറ്റു മേഖലയിലേക്ക് വെക്കുന്നത് തെറ്റില്ല എന്നുള്ളതിന്റെ വലിയ ഉദാഹരണമാണല്ലോ കൊച്ചി മെട്രോ. ഭീമമായ പൈസ അവിടെ ഇപ്പൊ അവിടെ കൗൺസിൽ പാസ്സാക്കി ഒരു പരിപാടിക്ക് 1 ലക്ഷം രൂപ പൈസ വരാണ്. എന്നിട്ട് അവിടെ നിരന്തരം പരിപാടി ഉണ്ടോ? മാസത്തിൽ 1, 2, 3 പരിപാടി ഉണ്ട്. അതിനെ ഒന്ന് പാർവതീകരിച്ച് ഭംഗിയായിട്ട് സംരക്ഷിക്കാൻ എന്താണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. പോൾ തോമസ് എന്ന് വ്യക്തിനെ അവിടെ വീണ്ടും വെക്കുന്നുണ്ടെങ്കിൽ, അതായത് HS ആയിട്ട് റിട്ടയർ വലിയ ശമ്പളം പെൻഷൻ വാങ്ങിക്കുന്ന ആളെ വീണ്ടും അവിടെ വെക്കുന്നുണ്ടെങ്കിൽ പിന്നെ എന്തോ ഒരു ലോബി ഉണ്ട്, എന്തോ ഉദ്ദേശമുണ്ട്. തോമസിനോടുള്ള വ്യക്തിപരമായ കാര്യമല്ല ഇത്, മനസ്സിലായോ? ആളോട് വിദ്വേഷമോ അല്ലെങ്കിൽ പരീക്ഷയോ ഇതൊന്നും ഉണ്ടെന്നുള്ളതല്ല ഇതിന്റെ പ്രശ്നം. പിന്നെ ഇതില് ഈ ഇൻഡോർ ടൗൺ ഹാളിനെ കുറിച്ച് നമ്മൾ പറയുമ്പോഴേ വേറൊരു അജണ്ട വരുന്നത് നമുക്ക് ചർച്ച ചെയ്യാം. 1.25 ലക്ഷം രൂപയാണ് AMC കൊടുത്തേക്കുന്ന ഒരു മാസം.
അപ്പൊ ഒരു വർഷം എത്ര കൊല്ലം എത്ര രൂപയായി? 21 ലക്ഷം 22 ലക്ഷമായി. 21 ലക്ഷം 22 ലക്ഷമായി. ഇത് ഏജൻസി മാത്രമല്ല, പിന്നെ അവിടെ നിൽക്കുന്ന മറ്റുള്ള തൊഴിലാളികൾക്ക് പണം വേറെ കൊടുക്കണം. 30 ലക്ഷം നമുക്ക് വരുമാനം ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ അതിന്റെ ലാഭകരമായിട്ട് പോണ സമമായിട്ട് പോകുന്നുണ്ടാവും. ഒരു ലാഭവും അവിടെ ഉണ്ടാവില്ല. എത്ര കോടി രൂപ അതിന് ചെലവായിട്ടെന്ന് അറിയോ? റീസൺ അറിയോ? ഏകദേശം ഒരു 8 ചില്ലാനും കോടി രൂപ അതിന് ചെലവായിട്ടുണ്ടാവും. 8 ചില്ലാനും കോടി രൂപ ചെലവായിട്ടുണ്ടാവും. നഗരസഭയുടെ കാശ 2,90,00,000 ഒഴിച്ച് ബാക്കി എല്ലാ കാശും നഗരസഭയുടെ. 2,90,00,000 ഒഴിച്ച് ബാക്കി എല്ലാ കാശും നഗരസഭയുടെ കാശാണ്. മനസ്സിലാവണ്ട? പൊതുവെ എല്ലാവരും പറയും ഇത് പൊതുജനങ്ങളെ ഇത് പിരിച്ചെടുത്ത് ഈ ടൗൺ ഹാൾ നിർമ്മിച്ചു എന്നുള്ളത് തെറ്റായ കാര്യമാണ്. 2,90,00,000 ജനങ്ങളുടെ ഇന്ന് പിരിച്ചെടുത്തിട്ടുള്ളൂ. ബാക്കിയൊക്കെ നഗരസഭയുടെ ഫണ്ടാണ്. മനസ്സിലാക്കി പോകണം എല്ലാവരും. അപ്പോൾ നഗരസഭയ്ക്കും ഒരു റിട്ടേൺ വേണം. അപ്പോൾ നമ്മളിപ്പോൾ ചർച്ച പോളത്താമസം ഇത് വ്യക്തിപരമായ വിദ്വേഷത്തിലേക്ക് ആരും കിടക്കേണ്ട കാര്യമില്ല. ആള് നന്നായിട്ട് ജോലി ചെയ്യുന്നുണ്ട്, നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്, പോകുന്നുണ്ട്. ഇപ്പോൾ അതിന് ഒരു കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട്, ഒരു പ്രശ്നമില്ല. ജില്ല സൂചിപ്പിച്ച കാര്യം നല്ല അർത്ഥത്തിൽ എടുത്താൽ മതി എല്ലാവരും. ഇങ്ങനെ റിട്ടയർ ചെയ്ത ആള്, ഒരു ശമ്പളം മേടിക്കുന്ന ആള് അല്ലെങ്കിൽ പെൻഷൻ മേടിക്കുന്ന ആള് വീണ്ടും അപ്പോയിന്റ് ചെയ്യുന്നത് ശരിയാണോ എന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് അത് ഉന്നയിച്ചത്. ആളുടെ ശമ്പളത്തിന് പങ്കുപറ്റുന്ന ഇവിടുന്നുള്ള ശമ്പളത്തിന് പങ്കുപറ്റുന്ന ഒരു ലോബിയുടെ നമ്മള് വർത്തമാനമൊക്കെ പറയുമ്പോഴേ ചില നമ്മള് ഇവിടെ ഒരു പ്രധാനപ്പെട്ട ചോദ്യം ജില്ല ഉന്നയിച്ചത് എന്താണ്? റിട്ടയർ ചെയ്ത ഒരാളെ വിൽക്കേണ്ട കാര്യമുണ്ടോ? 10,000 60,000 രൂപ ശമ്പളം പറ്റുന്ന അത് ചാലക്കുടിക്കാരനില്ല. ഈ പ്രതിപക്ഷം ഉൾപ്പെടെയുള്ള ആളുകൾ വരെ ഇദ്ദേഹങ്ങളുടെ എക്സസൈസ് എന്ന കാലഘട്ടത്തില് ഏറ്റവും നല്ല രീതിയിൽ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിൽ കാര്യങ്ങൾ നടന്നിരുന്നത് ഞാൻ കണ്ടിട്ടുള്ളതാണ്. വെറും ശമ്പളം മേടിക്കുന്ന ഒരു ജീവനക്കാരൻ മാത്രമായിട്ടല്ല അദ്ദേഹം ഇവിടെ പെരുമാറിയിട്ടുള്ളത്. എനിക്കറിയാം, പലപ്പോഴും നഗരസഭയിൽ അദ്ദേഹം ഇവിടെ ഈ മുകളിലൊരു ഫാനിട്ടിട്ട് പുല്ലുവായി വെച്ച് ഇവിടെ പോകാൻ പറ്റാണ്ട്. മനസ്സിലായ ഇവിടുത്തെ കാര്യങ്ങള് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് മാത്രമല്ല, നഗരസഭ ചെയ്യുന്ന എല്ലാ പരിപാടികളിലും അദ്ദേഹത്തിന്റെ കയ്യൊപ്പുണ്ടാവാറുണ്ട്. അദ്ദേഹം എക്സസൈസ് ചെയ്യുന്ന സമയത്ത് ഇന്നത്തെ കാലം ഇന്ന് നമുക്ക് അങ്ങനെ ഒരു ഉദ്യോഗസ്ഥനെ കാണാൻ പറ്റില്ല.